നമസ്കാരം, ഞാൻ വിജയൻ വലിയപുരയിൽ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നതിനെ പറ്റിയും അത് വിളവെടുക്കുന്നതിനെ പറ്റിയുമാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ. മഞ്ഞൾ ഉപയോഗപ്പെടുത്താത്ത ഏതെങ്കിലും വീട് കാണുമോ എന്ന് സംശയമാണ്. അതുപോലെ മിക്കവാറും എല്ലാ വീടുകളിലും പരമ്പരാഗതമായി കുറഞ്ഞ അളവിലെങ്കിലും മഞ്ഞൾ കൃഷി ചെയ്യും. എൻ്റെ നാട്ടിലൊക്കെ ഏകദേശം എല്ലാ വീടുകളിലും മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയാം. എൻ്റെ നാട്ടിലെ കൃഷി രീതിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വിളവെടുത്ത മഞ്ഞൾ കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഉണക്കി പൊടിച്ച് പിന്നീട് ഉപയോഗിക്കാവുന്ന തരത്തിൽ സൂക്ഷിക്കുന്നതും ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പാക്ക് ചെയ്തു വരുന്ന മഞ്ഞൾപ്പൊടിയുടെ ഏറ്റവും വലിയ പ്രശ്നം മായമാണ്. അതിൽ തന്നെ അതിൻ്റെ ഗുണത്തേക്കാളേറെ മഞ്ഞ നിറത്തിന് ചേർക്കുന്ന കെമിക്കലുകളാണ് ഏറെ ഹാനികരം. നല്ല മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന ലെഡ് ക്രോമേറ്റ്, മെറ്റാനിൽ യെല്ലോ എന്നിവ ക്യാൻസറിന് തന്നെ കാരണമാകും. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്നത് മിക്കതും വലിയ കയറ്റുമതി കമ്പനികളിൽ നിന്ന് മഞ്ഞളിൻ്റെ സത്ത് എടുത്ത ശേഷം ബാക്കി വരുന്ന വേസ്റ്റാണ്. ഈ വേസ്റ്റ് കിലോയ്ക്ക് 50 രൂപയ്ക്കടുത്തേ വരൂ. ഇത് ചാക്ക് കണക്കിന് കൊണ്ടുവന്ന് പൊടിച്ച് കുറച്ച് നല്ല മഞ്ഞളും ചേർത്ത് നിറത്തിന് വേണ്ടി രാസവസ്തുക്കളും ചേർത്ത് മനോഹരമായ പാക്കറ്റിലാക്കി നമ്മൾക്ക് വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റുകളിൽ അടുക്കി വച്ചിരിക്കുകയാണ്. പല ചെടികളിലും സവിശേഷ സ്വഭാവങ്ങളിലുള്ള നൈട്രജൻ സംയുക്തങ്ങളുണ്ട്. ഇവയെ പൊതുവെ ആൽക്കലോയിഡുകൾ എന്ന് പറയും. മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡുകളാണ് കുർക്കുമിനോയിഡുകൾ. വലിയ വലിയ കമ്പനികൾ എണ്ണയായിട്ടും പൊടി രൂപത്തിലും ഈ കുർക്കുമിനോയിഡുകൾ മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇവയ്ക്ക് വിദേശത്ത് നല്ല ഡിമാൻഡാണ്. നിരവധി രോഗങ്ങൾക്കെതിരെയും ചിലതരം വിഷങ്ങൾ നിർവീര്യമാക്കാനും സൗന്ദര്യവർദ്ധക വസ്തുവൊക്കെ ആയിട്ട് ഇവ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇത്രയും പ്രത്യേകതകളുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പിക്കേണ്ടതല്ലേ? അതിന് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് വേണ്ട മഞ്ഞൾ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുക എന്നതാണ്. കൂടുതൽ ആവശ്യം വരുമ്പോൾ ഉണക്കിയ നാടൻ മഞ്ഞൾ വാങ്ങി പൊടിച്ചെടുക്കാം. കഴിയുന്നതും പാക്കറ്റ് മഞ്ഞൾ പൊടി വാങ്ങാതിരിക്കുക. അപ്പോൾ നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം. മഞ്ഞൾ കൃഷി താരതമ്യേന എളുപ്പമാണ്. മാത്രമല്ല അതിന് ഇത്രയും നീളവും വീതിയുമുള്ള സ്ഥലം വേണമെന്നൊന്നുമില്ല. വീടിന് ചുറ്റുമൊക്കെ ഉള്ള ചെറിയ സ്ഥലങ്ങളിൽ മഞ്ഞൾ എങ്ങനെ കൃഷി ചെയ്തെടുക്കും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മഞ്ഞൾ കൃഷിയിൽ വിത്ത് പാകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഏപ്രിൽ അവസാനം മെയ് ആദ്യം അങ്ങനെ. ഈ വിത്ത് കഴിഞ്ഞ തവണത്തെ വിളവെടുപ്പിന് എടുത്തു വെച്ചതാണ്. അതായത് മഞ്ഞൾ വിളവെടുത്തത് ഡിസംബർ അവസാനമാണ്. അത് ജനുവരി ഫെബ്രുവരി മാസമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിസംബർ അവസാനം വിളവെടുത്താൽ ആ സ്ഥലത്ത് നമുക്ക് അടുത്ത മഞ്ഞൾ കൃഷിക്ക് മുമ്പ് ഒരു 4 മാസം കൊണ്ട് വിളവ് തരുന്ന കൃഷികൾ ചെയ്യാം. പ്രത്യേകിച്ച് ഈ പയറൊക്കെ കൃഷി ചെയ്താൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂടുകയും ചെയ്യും. വിളവെടുത്തപ്പോൾ എടുത്തു വെച്ച ഈ വിത്ത് ഏകദേശം 4 മാസം കഴിഞ്ഞ് മെയ് ആദ്യമാകുമ്പോഴുള്ള സ്ഥിതിയാണിത്. ചിലതൊക്കെ കുറേശ്ശെ മുളച്ച് തുടങ്ങിയിരിക്കുന്നു. വിത്ത് ചാണകത്തിലും ചാരത്തിലും മുക്കി ഉണക്കി വെക്കാറുള്ളവരുണ്ട്. ഞാൻ ഈ നാടൻ വിത്ത് ചാണകത്തിലും ചാരത്തിലും മുക്കാതെ ഒരു ദിവസം വെയിൽ കൊള്ളിച്ച ശേഷം നേരെ ഈ പാളക്കൊട്ടയിലാക്കി വെക്കുകയാണ് ചെയ്തത്. വിത്ത് നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കാറുണ്ട്. ഇവിടെ ഞാൻ അതും ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നമ്മുടെ പറമ്പിലുണ്ടാകുന്ന നാടൻ മഞ്ഞളിൻ്റെ വിത്താണെങ്കിൽ ഈ ചാണകത്തിൻ്റെയും സ്യൂഡോമോണസിൻ്റെയും പ്രയോഗമൊന്നും ആവശ്യമില്ല. തറനിരപ്പിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ മൺതിട്ടയുണ്ടാക്കി അതിൽ ചാലി കീറിയാണ് ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞൾ നടുന്നത്. ഞാനിവിടെ മഞ്ഞൾ കൃഷി ചെയ്യാൻ പോകുന്നത് 3 സ്ഥലങ്ങളിൽ ചെറിയ മൺതിട്ടകൾ ഉണ്ടാക്കിയിട്ടാണ്. മെയ് 6-ാം തീയതിയാണ് ഈ മഞ്ഞൾ നടുന്നത്. ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. ഈ മഴയിൽ മഞ്ഞൾ വിത്ത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിനാണ് ഇതുപോലെ ബെഡ് ഉണ്ടാക്കുന്നത്, മൺതിട്ട ഉണ്ടാക്കുന്നത്. ഈ തിട്ടയിൽ ചാല് കീറി വളമിട്ടാണ് മഞ്ഞൾ വിത്തിടുന്നത്. ഞാനിവിടെ ചാലിൽ ഉപയോഗിച്ചിരിക്കുന്ന വളം റിങ് കമ്പോസ്റ്റും ചാരം അഥവാ വെണ്ണീരും മണ്ണുമായി മിക്സ് ചെയ്തിട്ടാണ്. 4:2:1 എന്ന അനുപാതത്തിൽ കമ്പോസ്റ്റും മണ്ണും ചാരവും മിക്സ് ചെയ്തു. ഈ മിക്സ് ചാലിൽ വിതറി ഒരു 10 സെൻറ്റിമീറ്റർ ഇടവിട്ട് വിത്തിട്ടു. ഒരു ആവറേജ് സൈസ് വിത്തുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചാൽ കീറുമ്പോൾ നമ്മൾ വിത്തിട്ട ചാൽ മണ്ണ് കൊണ്ട് സ്വാഭാവികമായിട്ട് മൂടും. നമുക്ക് പ്രത്യേകിച്ച് മണ്ണ് ഇടേണ്ട ആവശ്യമില്ല.
ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മുഴുവൻ ചാലുകീറി വളമിട്ട് വിത്തിട്ട ശേഷം മണ്ണ് ഒന്ന് മുകളിൽ തട്ടി നിരപ്പാക്കി കൊടുക്കും. അടുത്തതായി ഈ മഞ്ഞൾ നട്ടിരിക്കുന്ന മൺതിട്ടകൾക്ക് മേലെ പുതയിടണം. കരിയിലകളാണ് സാധാരണ പുതയിടാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ പച്ചിലകൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. വിത്ത് നടുന്നത് നല്ല വേനലിൻ്റെ അവസാനത്തിലാണല്ലോ. മണ്ണ് ചൂട് പിടിച്ച് വിത്ത് കേടുവരാതിരിക്കാൻ പുതയിടൽ സഹായിക്കും. ജൂൺ ആകുമ്പോഴേക്കും മഴ പെയ്യും. മഞ്ഞൾ പ്രധാനമായും ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. തെങ്ങിൻ തോപ്പുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വലിയ മഴത്തുള്ളികൾ വീണ് മണ്ണ് നീങ്ങിപ്പോകാനും വിത്തുകൾ പുറത്താകാനും സാധ്യത കൂടുതലാണ്. ഇത് തടയുകയും ഈ പുതയിടലിൻ്റെ ഒരു ഉദ്ദേശമാണ്. മെയ് അവസാനമാകുമ്പോഴേക്കും മഞ്ഞൾ മുളച്ച് ഇലകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊരു വേനൽ മഴയും കിട്ടി. ജൂൺ അവസാനമാകുമ്പോഴേക്കും മഞ്ഞൾ ഇത്രയും വളർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ കാര്യമായ രോഗങ്ങളൊന്നും മഞ്ഞളിനെ ബാധിക്കുന്നില്ല. മണ്ണിൽ കുമ്മായമൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. ഒക്ടോബർ തുടങ്ങുമ്പോൾ ഈ സ്ഥിതിയിലാണ് മഞ്ഞൾ. ചില ചെടികളൊക്കെ മഞ്ഞളിച്ചിട്ടുണ്ട്. കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പൊതുവെ ചെടികൾക്ക് ആരോഗ്യക്കുറവൊന്നും കാണുന്നില്ല. ഡിസംബർ തുടക്കത്തിലുള്ള സ്ഥിതിയാണിത്. ഇലകളൊക്കെ വാടിത്തുടങ്ങിയിരിക്കുന്നു. നമുക്കിനി ഇത് ഈ മാസം അവസാനം വിളവെടുക്കാം. വിളവെടുപ്പും മഞ്ഞൾ സംസ്കരിക്കുന്നതുമെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കും. ഓക്കേ.